ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നിഫറാണ്. അപ്പോൾ സ്നിഫർ എന്ന് പറയുന്നത് ഒരു 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 ഡേറ്റ ക്യാപ്ചറിങ് അല്ലെങ്കിൽ പാക്കറ്റ് ക്യാപ്ചറിങ് അല്ലെങ്കിൽ ഫ്രെയിം ക്യാപ്ചറിങ് ടൂളാണ്. അപ്പം നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെ പോകുന്ന ഡേറ്റയെ നമ്മൾ പറയുന്ന പേരാണ് പാക്കറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള പാക്കറ്റുകളോ അല്ലെങ്കിൽ ഫ്രെയിമിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ടൂളിനെ നമ്മൾ പറയുന്ന പേരാണ് പറയുന്നത് സ്നിഫർ എന്ന് പറയും. പാക്കറ്റ് ക്യാപ്ചറിങ് ഓർ നെറ്റ്വർക്ക് ക്യാപ്ചറിങ് ടൂളാണ് സ്നിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്ന ഡേറ്റ പാക്കറ്റുകളെ പിടികൂടി അവ കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ബേസിക്കലി ക്യാപ്ചർ ആൻഡ് ഡിസ്പ്ലേസ് ദ ഡേറ്റ. നമ്മൾ നെറ്റ്വർക്കിലൂടെ പോകുന്ന ഡേറ്റയെ ക്യാപ്ചർ ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയെ ക്യാപ്ചർ ചെയ്തവൻ എന്ത് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ മോസ്റ്റ് സ്നിഫർ ഡിസ്പ്ലേ ഫ്രെയിം അല്ലെങ്കിൽ പാക്കറ്റ് ഹെഡർ ആൻഡ് ഡേറ്റ പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിമിലോ പാക്കറ്റിലോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സും അതെങ്ങോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു സോഴ്സ് കമ്പ്യൂട്ടറിൽ നിന്നാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അയക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് പല നെറ്റ്വർക്കിലൂടെ കടന്നു കൊണ്ടുവരും. അപ്പം ഇവിടെ നമ്മളൊരു പാക്കറ്റ് അയക്കുന്നു, അത് ഈ നെറ്റ്വർക്കിലൂടെയൊക്കെ കയറി പല ടവർ വഴിയൊക്കെ വന്ന് അവരെന്ത് ചെയ്യുന്നു, ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പാക്കറ്റിനകത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ഫ്രെയിമിനകത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒറിജിനൽ ഡേറ്റ, ഇവിടുന്ന് പോകേണ്ട ഒറിജിനൽ ഡേറ്റയും അതിൻ്റെ അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാക്കറ്റോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമോ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഡേറ്റേനെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് എല്ലാ സ്നിഫർ ടൂളുകളും ചെയ്യുന്നത്. ഇനി സ്നിഫർ സാധാരണയായിട്ട് ഒരു ലെയർ 2 അല്ലെങ്കിൽ ലെയർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ 2 എന്ന് വെച്ചാൽ ഫ്രെയിം, പലതരത്തിലുള്ള ഫ്രെയിമുകളുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയുന്നത് നെറ്റ്വർക്കിംഗ് മെത്തഡോളജി ഉണ്ട്. അതിലൊരു ഒരെണ്ണമാണ് ലെയർ 2 അല്ലെങ്കിൽ ലെയർ 3 എന്ന് പറയുന്നത്. ഇപ്പോൾ ലെയർ 2 ഫ്രെയിമും ലെയർ 3 പാക്കറ്റ് രണ്ടും സെയിം ആണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് ഡേറ്റ അയക്കുന്നത് നമ്മൾ ചെറിയ പാക്കറ്റുകളായിട്ട് തിരിക്കും. അങ്ങനെ കുറേ പാക്കറ്റുകൾ ചേർന്നാണ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ കണ്ടുപിടിച്ച് അതിനകത്ത് ഡേറ്റ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഈ സ്നിഫർ കൊണ്ട് ചെയ്യുന്നത്. ഇനി എന്താണ് സ്നിഫറിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നിഫർ ആർ യൂസ് ടു ക്യാപ്ചർ ട്രാഫിക് സെൻഡ് ബൈ 2 സിസ്റ്റം. രണ്ട് സിസ്റ്റം തമ്മിൽ സെൻഡ് ചെയ്യുന്ന ട്രാഫിക്കിനെ ഇവരെന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യും. രണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒന്നിലധികം സിസ്റ്റങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ അയക്കുമ്പോഴാണല്ലോ ട്രാഫിക് ഉണ്ടാകുന്നത്. ആ ട്രാഫിക് അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് പിടിച്ചെടുക്കും. ഇനി ഇതിലൂടെ യൂസർ നെയിം, അപ്പോൾ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് മൂലം അങ്ങനെ എന്തൊക്കെ ഡിസ്കവർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കർക്ക് ആ ട്രാഫിക്കിലൂടെ വരുന്ന യൂസർ നെയിമുകൾ, പാസ്വേഡുകൾ, അല്ലെങ്കിൽ അതിനെ ബന്ധിച്ചിട്ടുള്ള കുറേ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം പ്രധാനമായിട്ട് ഈ ടൂള് ഈ ഹാക്കർമാർ യൂസ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് വഴി നമ്മളൊരു ഡേറ്റയെ വേറെ സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അത് കോൺഫിഡൻഷ്യൽ ഡേറ്റ ആവാം, അല്ലെങ്കിൽ എന്താ പറയുക അത്ര കോൺഫിഡൻഷ്യൽ അല്ലാത്ത ഡേറ്റകളാവാം. ഇതെല്ലാം ഈ സ്നിഫർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അയക്കുന്ന പലതരത്തിലുള്ള പാക്കറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു രഹസ്യ സ്വഭാവമുള്ള മെസ്സേജാണ് അയക്കുന്നതെങ്കിൽ അതിനെയൊക്കെ പിടികൂടാനൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും ഹാക്കർമാർ ഈ സ്നിഫർ എന്നുള്ള ടൂൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്നിഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നിഫർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ഫ്രെയിം അല്ലെങ്കിൽ പാക്കറ്റ് ക്യാപ്ചറിങ് ടൂളാണ് സ്നിഫർ എന്ന് പറയുന്നത്. അത് നമ്മൾ നെറ്റ്വർക്ക് വഴി അയക്കുന്ന പാക്കറ്റിനെയോ ഫ്രെയിമിനെയൊക്കെ കണ്ടുപിടിച്ച് അതിനകത്തെ പേലോഡ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഡേറ്റ പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ പേലോഡ് എന്ന് പറയും. അതൊരു നെറ്റ്വർക്കിംഗ് ടൈമാണ്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഒന്നിലധികം സിസ്റ്റങ്ങൾ തമ്മിലുള്ള ട്രാഫിക്കുകളെ മോണിറ്റർ ചെയ്ത് അത് ക്യാപ്ചർ ചെയ്യും. അങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിമുകളോ പാസ്വേഡുകളോ കോൺഫിഡൻഷ്യൽ ഡേറ്റയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കോൺഫിഡൻഷ്യൽ ഡേറ്റാസിനെയൊക്കെ എടുക്കാനാണ് നമ്മൾ ഈ സ്നിഫർ എന്ന് പറയുന്ന ടൂൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സ്നിഫർ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ സ്നിഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നിഫർ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചറിങ് പാക്കറ്റ് നമ്മൾ പറഞ്ഞത് ഒരു പാക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ
സോഴ്സിൽ നിന്ന് ഒരു ഡേറ്റയെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് അയച്ചെന്ന് വിചാരിക്കാം. സോഴ്സിൽ നിന്ന് ഒരു ഡേറ്റ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കണം. അപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിന് ഒരു യുണീക്ക് നെയിം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏത് കമ്പ്യൂട്ടറിന് ഒരു യുണീക്ക് നെയിം ഉണ്ട്. അത് നമ്മൾ പറയുന്ന പേരാണ് മാക് എന്ന് പറയും, മീഡിയം ആക്സസ് കൺട്രോൾ. അപ്പം ഇവിടെ ഇതിന് നമ്മൾ IP അഡ്രസ്സ് പോലെ തന്നെ ഒരു മാക് അഡ്രസ്സും ഉണ്ടാവും. ഇത് യുണീക്ക് ആയിരിക്കും. ഓരോ കമ്പ്യൂട്ടറിനും ഓരോ നെയിമുകൾ മാനുഫാക്ചറിങ് സമയത്ത് ഓരോ നെയിം അസൈൻ ചെയ്ത് കൊടുക്കും. ഈ നെയിം എന്ന് പറഞ്ഞാൽ യുണീക്ക് നെയിം ആയിരിക്കും. അപ്പം ഈ നെയിം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സിൽ നിന്ന് ഇതാണ് നമ്മുടെ സോഴ്സ് കമ്പ്യൂട്ടർ എങ്കിൽ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ്റെ മാക് അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ അയച്ചു കൊടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്ന ഈ മാക് അഡ്രസ്സിനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് റീറൂട്ട് ചെയ്യും. ഇപ്പം നമ്മൾ സോഴ്സിൽ നിന്ന് ഇത് റീറൂട്ട് ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനെ മാക് അഡ്രസ്സിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇത് സ്നിഫറിൻ്റെ മാക് അഡ്രസ്സിലേക്ക് തിരിച്ചു വിടും. അതായത് ഇങ്ങോട്ട് പോകത്തില്ല. സോഴ്സിൽ നിന്ന് ഈ ഡേറ്റേനെ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ഇവിടെ വെച്ച് വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്തിട്ട് ഈ മാക് അഡ്രസ്സിനെ അവൻ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്ത് ആരുടെ മാക് അഡ്രസ്സാക്കി മാറ്റും, നമ്മുടെ ഈ ഹാക്കറുടെ അല്ലെങ്കിൽ സ്നിഫറുടെ സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റേനെ റീറൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഹാക്കറാണെന്ന് വിചാരിക്കുക. നമ്മൾ ഹാക്കറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സിൽ നിന്ന് ഡേറ്റയെ നമ്മൾ ഇടയ്ക്ക് വെച്ച് പിടികൂടിയിട്ട് ടൂളുകൾ ഉപയോഗിച്ചിട്ട് സ്നിഫർ ടൂളുകൾ ഉപയോഗിച്ച് പിടികൂടിയിട്ട് എന്ത് ചെയ്യും, ഇതിനെ തിരിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്കറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സ്നിഫറിൻ്റെ സിസ്റ്റത്തിലേക്ക് അയച്ചു വിടും. ബട്ട് റാദർ ദാൻ ദ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സിന് പകരമായിട്ട് സ്നിഫറിൻ്റെ സിസ്റ്റം മാക് അഡ്രസ്സിലേക്ക് ഇതിനെ തിരിച്ചുവിടും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊമിക്കസ് മോഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് പ്രൊമിക്കസ് മോഡ് എന്ന് പറയും. ഇത് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞ് സ്നിഫർ ആയിരിക്കും. സ്നിഫർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് അയക്കുന്ന ട്രാഫിക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നിഫറിൻ്റെ സിസ്റ്റത്തിലേക്ക് ഇതിനെ തിരിച്ചുവിടും എന്നുള്ളതാണ്. ഇപ്പം പ്രൊമിക്കസ് മോഡ് എന്നത് NIC അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ട്രാഫിക്കുകളും വായിച്ചിട്ട് സ്നിഫറിൻ്റെ ഇതിലേക്ക് അയക്കുന്ന രീതി നമ്മൾ പറയുന്ന പേരാണ് പ്രൊമിക്കസ് മോഡ് എന്ന് പറയുന്നത്. പ്രൊമിക്കസ് മോഡ് നെറ്റ്വർക്ക് എല്ലാം റീഡ് ചെയ്യും, ട്രാഫിക് മുഴുവൻ റീഡ് ചെയ്യും. NIC എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്നാണ് കേട്ടോ. നമ്മൾ നെറ്റ്വർക്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് NIC എന്ന് പറയും. ആ കാർഡിലെ എല്ലാ ഡീറ്റെയിൽസ് റീഡ് ചെയ്ത് ട്രാഫിക് റീഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് സ്നിഫറുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. അപ്പം ഇത് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പ്രൊമിക്കസ് മോഡ് ഈസ് എനേബിൾഡ് ഓൺ നെറ്റ്വർക്ക് കാർഡ് വിത്ത് ദി ഇൻസ്റ്റലേഷൻ ഓഫ് എ സ്പെഷ്യൽ. അപ്പം നമ്മുടെ NIC കാർഡിൽ ഈ പ്രൊമിക്കസ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് സ്പെഷ്യൽ സോഫ്റ്റ്വെയറിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ സ്നിഫിങ്ങിന് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻക്രിപ്റ്റ് ചെയ്യാത്ത ചില പ്രോട്ടോക്കോൾ വഴിയാണ് ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനുള്ളിൽ കയറുന്നത്. അപ്പം ഏതൊക്കെയാണ് എൻക്രിപ്റ്റ് ചെയ്യാത്ത പ്രോട്ടോക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ HTTP, POP3, SNMP, FTP ഇങ്ങനെയുള്ള ഈ എൻക്രിപ്ഷൻ വേണ്ടാത്ത ചില പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് സ്നിഫർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നിഫർ വ്യൂഡ് ബൈ ഹാക്കർ ഗ്യാദർ വാല്യൂബിൾ ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം പാസ്വേഡ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോട്ടോക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ എൻക്രിപ്റ്റ് ചെയ്യേണ്ട പ്രോട്ടോക്കോളൊക്കെ സ്നിഫർ കൈയടക്കി വെച്ചിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള പല യൂസർ നെയിമും പാസ്വേഡുകളൊക്കെ എന്ത് ചെയ്യും, അവൻ മനസ്സിലാക്കിയെടുക്കും. കാരണം ഇതിലെ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഡേറ്റയൊക്കെ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ അവൻ റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഈ സ്നിഫിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ട് 2 തരത്തിലുള്ള സ്നിഫിങ് ആണുള്ളത്. ഒന്ന് പാസീവ് ആൻഡ് ആക്റ്റീവ് എന്ന് പറയും. പാസീവ് സ്നിഫിങ്ങും ആക്റ്റീവ് സ്നിഫിങ്ങും. ഇനി പാസീവ് സ്നിഫിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പാസീവ് സ്നിഫിങ് പ്രധാനമായിട്ടും ട്രാഫിക്കിനെ നമ്മൾ മനസ്സിലാക്കുകയും പാക്കറ്റ് വിടുകയും ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം പാസീവ് സ്നിഫിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലിസണിങ് ദ ട്രാഫിക്കിനെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പാക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. പാക്കറ്റിനെ പിടികൂടുകയും നമ്മൾ ട്രാഫിക് ലിസൺ ചെയ്യുകയും ചെയ്യും. ഇത് പ്രധാനമായിട്ട് ഈ ഹബ്ബ് നെറ്റ്വർക്കിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഹബ്ബ് എന്നൊരു ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ
ഒരു കമ്പ്യൂട്ടറുണ്ട്, ഇത് വേറൊരു കമ്പ്യൂട്ടറുണ്ട്. ഈ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടൊരു ഡിവൈസ് വേണം. ആ ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് സ്വിച്ച്, ഹബ്ബ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഹബ്ബാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്നിഫിംഗ് ആണ് പാസീവ് സ്നിഫിംഗ് എന്ന് പറയും. ഇത് കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ ഹബ്ബ് പോലുള്ള ഡിവൈസ് ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സിസ്റ്റങ്ങളിലായിരിക്കും ഈ പാസീവ് സ്നിഫിംഗ് വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു ആക്റ്റീവ് സ്നിഫിംഗ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആക്റ്റീവ് സ്നിഫിംഗ് ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ARP സ്പൂഫിംഗ് അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലഡിംഗ് എന്നുള്ള കൺസെപ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാഫിക്കിനെ പിടികൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്റ്റീവ് സ്നിഫിംഗ് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ ARP സ്പൂഫിങ്ങും ട്രാഫിക് ഫ്ലഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ നെറ്റ്വർക്കിൽ ഇത് അറിയാൻ പറ്റും, ഇന്ന സാധനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ആക്റ്റീവ് സ്നിഫിംഗ് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പാസീവ് സ്നിഫിംഗ് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇവൻ ഒളിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യും, ഈ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ ആക്റ്റീവ് സ്നിഫിങ്ങിന് ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചില ടെക്നോളജികൾ യൂസ് ചെയ്യും. അതാണ് നമ്മൾ പറയുന്ന ARP സ്പൂഫിങ് ആൻഡ് ട്രാഫിക് ഫ്ലഡിംഗ് പോലുള്ള കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള ട്രാഫിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി നമ്മുടെ നെറ്റ്വർക്ക് ഹബ്ബ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഹബ്ബ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിലാണെങ്കിൽ എല്ലാ സിസ്റ്റങ്ങൾക്കും, ഓൾ ഹോസ്റ്റ് അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും അവിടെ നടക്കുന്ന ട്രാഫിക്കിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പാസീവ് സ്നിഫിംഗ് വളരെ ഈസി ആയിരിക്കും. പാസീവ് സ്നിഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഒരു സ്വിച്ച് നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ആ സ്വിച്ച് പോലുള്ള കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണെങ്കിൽ, സ്വിച്ച് പോലുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണെങ്കിൽ അവിടെ നമുക്ക് MAC അഡ്രസ്സിലേക്ക് മാത്രമേ ഒരു സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഹബിന് പകരമായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് ഡാറ്റ അയക്കുന്നത് അതിൻ്റെ MAC അഡ്രസ്സിലേക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ട്രാഫിക്ക് ഹാക്കർമാർക്ക് പിടിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അവിടെ നമ്മൾ ആക്റ്റീവ് സ്നിഫിംഗ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഈ ARP സ്പൂഫിങ്ങോ ട്രാഫിക് ഫ്ലഡിങ്ങോ പോലുള്ള കൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് വരും. അതുകൊണ്ടാണ് അവിടെ ഈ MAC അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹബ്ബാണെങ്കിൽ ഇത് MAC അഡ്രസ്സ് വെച്ചിട്ട് IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസീവ് സ്നിഫിംഗ് ഈസി ആയിട്ട് നടക്കും. പക്ഷേ ഒരു സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അവിടെ നമുക്ക് എന്താണ്, വളരെ ഈസി ആയിട്ട് സ്വിച്ച് എന്ന ഡിവൈസ് ആണെങ്കിൽ നമ്മളിവിടെ MAC അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഈ ട്രാഫിക് ഹാക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ARP സ്പൂഫിങ്ങോ അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലഡിംഗ് പോലുള്ള കൺസെപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കിത് അത്രയാണ് ഒരു സ്വിച്ച് നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഒരു ഹബ്ബ് പോലുള്ള നെറ്റ്വർക്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള സ്നിഫിംഗ് ആണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി സ്നിഫിങ്ങിൻ്റെ ഒരു കൗണ്ടർ മെഷർ എടുക്കുകയാണെങ്കിൽ ഇതിനെ മുൻകരുതൽ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ എങ്ങനെ നേരിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ അയക്കുന്ന ഡാറ്റയാണ് നമ്മൾ പ്രധാനമായിട്ട് സ്നിഫിംഗ് വഴി ട്രാഫിക് മനസ്സിലാക്കി നമ്മുടെ ഡാറ്റ ആണല്ലോ അവൻ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എൻക്രിപ്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ എൻക്രിപ്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്നിഫർ വർക്ക് ചെയ്യും. നമുക്ക് ഒരു എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയാലും ഈ സ്നിഫിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയാലും, പക്ഷേ അത് ഡാറ്റ വായിക്കുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. അതായത് ഇവൻ ചിലപ്പോൾ സ്നിഫ് ചെയ്ത് നമ്മുടെ ഡാറ്റ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നിരിക്കാം, നമ്മുടെ ഡാറ്റ മുഴുവൻ എടുത്തുകൊണ്ട് പോയെന്നിരിക്കാം. പക്ഷേ അവൻ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നമ്മൾ എൻക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുപോലെ AES, RC4, RC5, VPN ടെക്നോളജീസ് ഇങ്ങനെയുള്ള കുറേ ഈ RC5 പോലുള്ള സാധനങ്ങൾ VPN ടെക്നോളജീസ് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഹൈ എൻഡ് എൻക്രിപ്ഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ വായിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിതിനെ കൗണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് സ്നിഫിംഗ് എന്ന് പറയുന്നത്. സ്നിഫിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ട്രാഫിക്കിനെ മനസ്സിലാക്കി അതിനകത്ത് നമ്മുടെ വാലിഡായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ചോർത്തും. അതിനാണ് നമ്മൾ പ്രധാനമായിട്ട് എന്തെന്ന് പറയുന്നത്, സ്നിഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് സ്നിഫിങ്ങും ഉണ്ട്, പാസീവ് സ്നിഫിങ്ങും ഉണ്ട്. ആക്റ്റീവ് സ്നിഫിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ പാസീവ് സ്നിഫിംഗ് ആണെങ്കിൽ എന്താണ് ആക്റ്റീവ് സ്നിഫിംഗ്, എന്താണ് പാസീവ് സ്നിഫിംഗ് എപ്പോഴും നടക്കുന്നത്, ഹബ്ബ് പോലുള്ള ഡിവൈസുകൾ വെച്ച് കണക്ട് ചെയ്തേക്കുന്ന നെറ്റ്വർക്കിലായിരിക്കും പാസീവ് സ്നിഫിംഗ് നടക്കുന്നത്. അവൻ ഈസി ആയിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും, ട്രാഫിക്കിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ആക്റ്റീവ് സ്നിഫിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ട്രാഫിക്കിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണത്, ഒരു AR സ്പൂഫിംഗ് അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലഡിംഗ് പോലുള്ള ടെക്നിക്കിലൂടെ യൂസ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ തടയാന്നുള്ളത് പ്രധാന മാർഗ്ഗം എന്ന് വെച്ചാൽ എന്താണ്, അവിടെ നമ്മൾ എൻക്രിപ്ഷൻ പോലുള്ള സ്റ്റാൻഡേർഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ.